There are youngsters like cockroaches. गरीब अगर अनपढ़ रहेगा तभी तो भेड़ बकरियों की तरह इन नेताओं के इशारों पर चलता रहेगा. ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളുടെ വിഷയം CJP പ്രൊട്ടസ്റ്റ്. എന്താ ആക്ച്വലി ഇവിടെ നടക്കുന്നത്? എടാ, ഇന്ത്യ മഹാരാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? What the hell? ഓക്കെ, ഇതിൻ്റെ തുടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും BJP അനുഭാവികൾ, BJP സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും അല്പം ബുദ്ധി വേണം. നിങ്ങളതില്ല എന്ന് ഓൾറെഡി തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ BJP സപ്പോർട്ടേഴ്സാണ്. സോ പ്ലീസ്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം എന്താ നിങ്ങൾ ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ബുദ്ധിയില്ലാത്തവരുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. താമരയൊക്കെ പിടിച്ച് വട്ടം കറങ്ങി നടക്കുക. കാരണം ഐ ഡോണ്ട് നോ, സത്യം പറയാലോ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ BJP സപ്പോർട്ട് ചെയ്യുന്നത്? എടാ, BJPയുടെ ആശയം, ഞാനൊരു സത്യം പറയാലോ, 2026 ഇപ്പോഴും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പാർട്ടിയോ പൊളിറ്റിക്സോ തിരഞ്ഞെടുക്കരുത് പ്ലീസ്. കാരണം എന്താ പറയണ്ടേ, എടാ, യൂസ് യുവർ ബ്രെയിൻ. എടാ, നിങ്ങൾക്ക് തിന്നാനുള്ളത് എന്തൊക്കെയാണ് തിന്നണ്ടേന്ന് അറിയാമല്ലോ. അതും അറിയത്തില്ലല്ലോ. ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുന്ന ജാതി ആൾക്കാരല്ലേ. അത് വിട്. അതിപ്പോൾ കാണുന്നവരെന്തായാലും മലയാളികളാണല്ലോ, അപ്പം ബുദ്ധി ഉണ്ടാവണമല്ലോ. ഇനി ഉള്ളത് ഓഫാക്കി വെച്ചേക്ക് വേണം BJP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണരുത്, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമാവും. സോ നമുക്ക് പറയാം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. മറ്റേ സോനം വാങ്ചു. कौन है ये सोनम वांगचुक? कौन है ये? एक शिक्षाविद है. कोई शिक्षाविद नहीं है, ये चाइना का एजेंट है. हम देखेंगे लाजिम है कि हम भी देखेंगे वो दिन के जिसका എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നടത്തിയ ഒരു സ്ട്രൈക്ക്, പുള്ളിക്കാരൻ ആരംഭിച്ച ഒരു സ്ട്രൈക്ക്, പുള്ളിക്കാരൻ നിരാഹാര സമരം പോലെ തുടങ്ങി. എന്തിന്? പുള്ളിയുടെ വീട്ടിൽ അരി മേടിക്കാനോ അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ കറണ്ട് കിട്ടാത്തതിനോ അല്ല. നീറ്റ് പരീക്ഷയിൽ കാണിച്ച തെണ്ടിത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് പേപ്പർ ലീക്കാവുന്നു. ബാക്കി പറയണ്ടല്ലോ, എല്ലാവർക്കും തന്നെ അറിയാമല്ലോ നീറ്റ് എന്താണ്. ഇപ്പോഴത്തെ നീറ്റ്, എടാ, ഈ പരീക്ഷ എന്തിനാ ആൾക്കാർ എഴുതുന്നത്? ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ആൾക്കാർ എത്ര വർഷം കളയുന്നുണ്ടെന്ന് അറിയുമോ? റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 വർഷം വരെ ഈ എക്സാം എഴുതി പാസ്സാവാൻ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ? ആ സമയത്ത് നിങ്ങൾ കണ്ടമാരുടെ നിന്ന് പൈസ മേടിച്ച് കണ്ട ഏജൻസികൾക്ക് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും പിന്നീട് അത് അവിടെ നിന്ന് ലീക്ക് ചെയ്ത് വിടാനും എല്ലാം കൊടുക്കും. എടാ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം അതില്ലാത്തവന്മാരോട് അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അതൊരു എന്താ പറയണ്ടേ, ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് മുന്നിലോട്ട് വരാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നീഡഡ്. ഒരു ബേസിക് എഡ്യൂക്കേഷന് അപ്പുറം നീറ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും ഈ ഡോക്ടർ, മെഡിക്കൽ ആ ഫീൽഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് എഴുതുന്നത്. 17-year-old. I just gave the board exam. I was applying internationally. I got into the 9th best university in the world. But because of the checking, I missed my predicted marks by 10%. I got 82.6%. My predicted was 95.4%. After reval, we have found that questions have not been checked. They've been marked as seen and nothing has been done about it. And now I've applied for evaluation. But what they do is, they turn the portal on at 12 a.m. They turn it off at 5. They turn it off at 5. They've done the mistake. But we're here. It's like they're doing an ahsan on us. They've done the crime. And we are here. We're laboring there day and night, doing something for it. Now they've not given us a clear timeline. ബാക്കിയുള്ളവർ ചുമ്മാ എഴുതുന്നവരും ഉണ്ടാവും. മറ്റേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുന്ന പിള്ളേരുണ്ടാവുമല്ലോ, അവർ എഴുതുന്നുണ്ടല്ലോ. അവന്മാരെന്തിനാ എഴുതുന്നതെന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പാവം പിടിച്ച പിള്ളേരുടെ ജീവിതം വെച്ചിട്ട് എന്തിനാ? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിടത്തു നിന്നെല്ലാം പൈസ അടിച്ചു മാറ്റാൻ പറ്റുന്നിടത്തു നിന്നെല്ലാം അടിച്ചു മാറ്റുന്നുണ്ട്. പെട്രോളിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മനുഷ്യനെ മുടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ. അവിടുന്ന് എല്ലാം അടിച്ചു മാറ്റുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ എഡ്യൂക്കേഷനിലും കൂടെ കൈയിട്ട് വരുന്നത്? പാവം പിടിച്ച പിള്ളേർക്ക് രക്ഷപ്പെടാനും അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ഒറ്റ ഒരു കച്ചിത്തുരുമ്പുള്ളത് ഈ എഡ്യൂക്കേഷനാണ്. അതും ഇല്ലാണ്ടാക്കി കളയല്ലേ പ്ലീസ്. പറഞ്ഞിട്ടെന്താ കാര്യം? ബോധവും വിവരവും ഇല്ലാത്തവന്മാർ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഈ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. കാരണം അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ബട്ട് ഇതിൻ്റെ അത് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ സമരം നല്ല രീതിയിൽ അവസാനിക്കില്ല. നല്ല രീതിയിൽ അവസാനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രധാനമന്ത്രിയും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ഒരു ആൻറ്റി നാഷണൽ പരിപാടിയാക്കും. പാകിസ്ഥാൻ്റെ ഫണ്ടിങ് വരും. പിന്നെന്താ, ഇതിൽ കുറേ മുസ്ലിങ്ങൾ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കും. മാൻ, ഇത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ഈ സമരം ഇത്രയും നാളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് ഈ രാജ്യത്ത്, ഇനി ഈ രാജ്യത്ത് ഈ പുള്ളിക്കാരൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വിദേശയാത്രയിലൊക്കെ കറങ്ങി നടക്കുമായിരിക്കും. പക്ഷെ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വാട്ടെ മനുഷ്യൻ, പ്രധാനമന്ത്രിയാണ് പോയി. ഈ ചായക്കട നടത്തുന്നവനൊക്കെ ചായക്കടയിൽ ഇരുന്നാൽ മതിയായിരുന്നു. ഇന്ത്യക്കിട്ടുണ്ടാക്കാൻ ഇന്ത്യയുടെ അവസ്ഥ പറയണ്ടല്ലോ. ഇപ്പോഴും ഇതൊക്കെ പുള്ളി വന്നതിന് ശേഷം ഭയങ്കര ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന മറ്റേ ബ്രെയിൻ ഇല്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അവരൊക്കെ ഉള്ളത്തോളം കാലം പുള്ളി ഇങ്ങനെ പോവുകയും ചെയ്യും. ഒരു കാരണം പറയുകയാണെങ്കിൽ നോർത്തിലെ ആൾക്കാർ അനുഭവിക്കണോടാ. കാരണം ലിറ്ററലി ഒരു ബോധം പൊക്കണമില്ലാതെ അങ്ങ് കൊടുത്തു വിടുമല്ലായിരുന്നോ? വോട്ട് എന്നും പറഞ്ഞിട്ട് അങ്ങ് കുത്തുമല്ലായിരുന്നോ ബി ജെ പി എന്നും പറഞ്ഞിട്ട്? അവരുടെ മക്കളൊക്കെ തന്നെയല്ലേ ഇന്ന് വന്ന് തെരുവരിക്കുന്നത്. അതിൻ്റെ അകത്ത് എത്ര കാരണവന്മാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ലെന്ന് അവിടെ തന്നെ ആർക്കറിയത്തുള്ളൂ. സോ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ലാത്തി ചാർജ് പരിപാടി കാര്യങ്ങളെല്ലാം നടന്നു. അടിച്ചൊതുക്കടാ. ചോദ്യം ചോദിക്കുന്നവനെയും കാര്യങ്ങൾ ചോദിക്കുന്നവനെയും എല്ലാം അങ്ങ് അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കി. നട്ടയില്ലാത്ത കുറെ എണ്ണങ്ങൾ മതിയല്ലോ. നിങ്ങളിങ്ങനെ കൈയിട്ട് വരുമ്പോഴും മോദി എന്ന് പറയുന്ന കുറെ എണ്ണങ്ങളെ മതി നിങ്ങൾക്ക്. അവന്മാരെ മാത്രം വെക്ക്. ബാക്കി ചോദ്യം ചോദിക്കുന്നവരെയും എല്ലാവരെയും അങ്ങ് അടിച്ചങ്ങ് തീർക്ക്. പ്രശ്നം തീർന്നല്ലോ. കുറെ ബുദ്ധി ഇല്ലാത്തവന്മാരെ വളർത്തും നട്ടിപ്പിടിക്കാത്ത. എന്നിട്ട് മെരി പിരി എന്നും പറഞ്ഞിട്ടൊക്കെ അറിയാൻ മതി. ബാക്കിയുള്ളവരെ മൊത്തം അടിച്ചു തീർക്കും. എന്തിനാ ഇവരൊക്കെ? എന്തിനാ ബുദ്ധിയുള്ളവര്? എന്തിനാ ചോദ്യം ചെയ്യുന്നവര്? നാടിന് ചോദ്യം ചെയ്യുന്നവർ ആപത്താണല്ലോ. അവരെല്ലാം അങ്ങ് അടിച്ചങ്ങ് അമർത്തും. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസും കൂടെ വന്ന് ഇവരുടെ കൂടെ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ ചെയ്യാൻ പോകുന്നത് എന്താ? ഇതിനിപ്പോൾ കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ട് കണ്ടുപിടിച്ച ഉണ്ടാക്കിയ ഒരു പാർട്ടി തരത്തിലോട്ട് ഇതങ്ങ് കൊണ്ടുപോകും. അതായത് പാർട്ടികൾ തമ്മിലുള്ള ഒരു വഴക്ക് ഇനിയിപ്പോൾ കോൺഗ്രസ് BJP എന്നാവും. ഇതിൻ്റെ മൂല കാരണം അങ്ങ് എടുത്ത് കളയും. ഇത് അവർക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊട്ടസ്റ്റാണ് എന്നും പറഞ്ഞു. ഇത് പറയാൻ കാരണമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങ് മുണ്ടേര് നോർത്തിലുള്ള ചാനൽ റിപ്പോർട്ട്സിൻ്റെ അകത്തെല്ലാം പറയുന്നത് ഇത് ഭയങ്കര ആൻറ്റി നാഷണൽ പരിപാടിയാണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ്. 10 मिनट से सुन रहा हूँ मैं, पूरा झूठ नैरेटिव फैला रही है वो औरत NDTV. 10 मिनट से झूठ नैरेटिव फैला रही है. लाइव है लोग बोल रहे शांतिपूर्वक लेके गए. इंस्टाग्राम पे वीडियो देखो, घसीट के लेके गए. इंस्टाग्राम पे वीडियो देखो प्लीज मैम. स्क्रिप्ट मत पढ़ो. मैं देखा आपको स्क्रिप्ट पढ़ रहे थे आप. എടാ, ഈ സ്ട്രൈക്കിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. मैं से समझाता रहा पेड़ दे देंगे पेपर, तो घबरा का ही हो रहा है. वो इतना डिफरेंस में चल गया. मेरे से बात थी, माँ से बात करना बंद. पर पता नहीं क्या उसको आग लगी 8वें दिन. वो चल बसा लड़का 18 साल का. आज अगर मेरा बेटा होता तो मुझसे पहले वो यहाँ होता, क्योंकि वो भी इस देश का युवा था. वो भी अपने हक की लड़ाई, मेरे बच्चे की हक की लड़ाई थी, उसके लिए भी न्याय की लड़ाई हमारी जारी है. लेकिन वो नहीं आ सकता, उसकी जगह मैं आई हूँ. वो मेरा बेटा है, वहाँ पे फोटो लगी है. वो मैं उसका पापा हूँ.
जब शुरू किया था तब मैं इसी आया था, और कल उसको 1 महीना पूरा हुआ, और 1 महीने पे मेरे को मंथली श्रद्धांजलि क्या मिलेगी मेरे लिए, मेरे बेटे के लिए जो बैठे थे उनको भी गायब कर दिया। अभी दूसरा बेटा बाकी है, उसको बचाना है, तो रास्ता तो वही है, सिस्टम बदलना है। OMR शीट चेंज हो गया आपके बेटे का, जो नीट का रिजल्ट आया है उसमें ये सिस्टम की गड़बड़ी है सर, सिस्टम सही काम नहीं कर रहा है, और मैं भूतपूर्व सैनिक होने के नाते अपने बेटी को यहाँ से न्याय दिलवाने के लिए मैं आया हूँ कि जंतर मंतर से हमारी बात पूरे देश में जाए और हमारे को न्याय मिल सके। हमारे हमें ये तो यही चल रहा है कि फिर तो हम पढ़ना छोड़ दे, या तो क्यों हम पूरे साल मेहनत कर रहे हैं और रिजल्ट के टाइम हमारे साथ ऐसा हो जा रहा है, फिर हम मेहनत ही क्यों कर रहे हैं। ये बच्ची है जिसका पहले नंबर 710 दिखा रहा था जब रिजल्ट चेक किया गया, और बाद में 155 दिखा रहा है। 20 स्टूडेंट्स दे हैव डाइड, दे हैव नो सिंपैथी, इतने इनसेंसिटिव हैं। नॉट ओनली नीट, मैं क्लैट की स्टूडेंट हूं, मैं क्लैट देने वाली हूं। क्लैट का पेपर हर साल लीक होता है, जस्ट बिकॉज वो नोटिस में नहीं आता, उसको कोई उसके बारे में कोई डिबेट नहीं है, हर पेपर लीक होता है। नॉट बिकॉज ऑफ दैट स्टूडेंट्स के साथ गलत कर रहे हैं। അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊരു നല്ല കോസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഇതിലും നമുക്കൊന്നും പറയാനില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ തന്നെ രേഖപ്പെടുത്തണം, അല്ലാതെ വായു അടച്ച് മിണ്ടാതിരിക്കാനാണെങ്കിൽ നശിപ്പിക്കും ഈ നാട്, നശിപ്പിച്ച് കയ്യിൽ തരും. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. Bye. I learned every youth wants to be unique, that is you. But the world around you is doing its best day and night to make you just everybody else. The question is whether you want to be you or everybody else.